ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, പ്രൈസ് ലോർഡ്. നിങ്ങൾ ശ്രവിക്കുന്നു ജീവൻ്റെ അപ്പം. പരിശുദ്ധ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ, അത്ഭുതങ്ങൾ. പരിശുദ്ധ ആത്മാവ് നമ്മൾ വരുമ്പോൾ എന്തൊക്കെ നമ്മൾ കൂടി ചെയ്യും എന്നാണ് നമ്മൾ കാണുന്നത്. ഇന്നലെ നമ്മൾ കണ്ടു, ഇത് സ്പിരിറ്റ് ഓഫ് ഹീലിംഗ്. നമ്മൾ മുഖാന്തരം ഹീലിംഗ് അല്ലെങ്കിൽ സൗഖ്യം നമ്മൾ കൂടി മറ്റുള്ളവരിലേക്ക് പകരും. നമ്മൾ കൈവയ്ക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകും എന്ന് ഉറപ്പ് തരുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അതിലും വലിയ മിറക്കിളാണ്. ഹോളി സ്പിരിറ്റ് ഡസ് മിറക്കിൾ. അത്ഭുതം ചെയ്യുന്ന പരിശുദ്ധാത്മാവാണ്. നമ്മൾ യേശു പറയുന്നത് ശ്രദ്ധിക്കുക. They went out and preached everywhere, the Lord working with them and confirming the word through the accompanying of miracles. മർക്കോസിൻ്റെ സുവിശേഷം 16:20 ഇത് പറയുന്നത്. അപ്പോൾ യേശു മർക്കോസിൻ്റെ സുവിശേഷം 16:16 തുടങ്ങി നമ്മൾ വായിച്ചാൽ യേശു പറയുകയാണ്, സർവശക്തനായ ദൈവമായ യേശു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അത് പറഞ്ഞു കഴിഞ്ഞ് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ സംഭവിക്കുന്നു. ഏതൊക്കെ അടയാളങ്ങളാണെന്ന് നോക്കാം. ഒന്ന്, എൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. ഒന്നാമതായി പരിശുദ്ധാത്മാവിനാൽ സംഭവിക്കുന്നതാണ് ഇത്. വിശ്വസിക്കുന്നവർ മുഖാന്തരം കർത്താവ് ചെയ്യും. ഭൂതങ്ങളെ പുറത്താക്കാൻ നമുക്ക് അധികാരം തന്നിരിക്കുന്നു. രണ്ടാമത്, പുതുഭാഷകളിൽ സംസാരിക്കും. അത് അന്യഭാഷയാണ്. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അപ്പോസ്തലന്മാർ 120 പേരെല്ലാം പുതുഭാഷയിൽ അന്യഭാഷയിൽ സംസാരിച്ചപ്പോഴാണ് 3000 പേരവിടെ വന്നു. അവർ സ്നാനപ്പെട്ട് സഭയോട് ചേർന്നതും ഒക്കെ വലിയ അത്ഭുതങ്ങളന്ന് നടന്നു. പിന്നെ മൂന്നാമത്, സർപ്പങ്ങളെ പിടിച്ചെടുക്കും. അതായത് പാമ്പുകളുടെ മേൽ നമുക്ക് അധികാരം തന്നിരിക്കുന്നു. സർപ്പങ്ങളെ പോയി എടുക്കാനല്ല പറയുന്നത്. അങ്ങനെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. മരണകരമായി യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല എന്ന്. നമ്മളിപ്പോൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ എന്നതാണ്? വിഷം നിറഞ്ഞൊക്കെയാണ് അല്ലേ? പക്ഷേ നമ്മൾ കർത്താവുള്ളപ്പോൾ നമുക്ക് ഇന്നർ സ്ട്രെങ്ത്, ഒരു ബലം, നമുക്കതൊക്കെ ചെറുക്കാനുള്ള ഒരു സ്പിരിച്വൽ ഇമ്മ്യൂണിറ്റി പവറാണ് നമുക്ക് തന്നിരിക്കുന്നത്. അഞ്ചാമതായി, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം യേശു സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്നു. നിങ്ങളെല്ലാവരും അറിയുന്ന പിതാവായ ദൈവം സ്വർഗസിംഹാസനത്തിലിരിക്കുന്നു. യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് സർവശക്തനായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുവോടെ പക്ഷപാതം ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഭൂമിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ അഡ്വക്കേറ്റായിട്ട്, നമുക്ക് വേണ്ടി ഉത്തരവാദിയായിട്ട് നമുക്ക് വേണ്ടി കേസ് ജയിച്ചു തരുന്നു. അത്രയ്ക്ക് നല്ല പിതാവ്, എത്ര സ്നേഹമുള്ള പിതാവാണ്. അത് കഴിഞ്ഞ് എഴുതിയേക്കുവാണ്, അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചും കർത്താവ് അവരോടുകൂടി പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു എന്ന്. The Lord was with them and he did miracles through them with the signs and wonders and he confirmed his word എന്ന്. നമ്മൾ വചനം പ്രസംഗിക്കുമ്പോൾ പരിശുദ്ധാത്മാവാണ് ആ വചനത്തിൽ കൂടി മിറക്കിൾസ് ചെയ്യുന്നത്, അത്ഭുതങ്ങൾ. ആ വചനത്തെ സ്ഥിരീകരിക്കും, ആ വചനത്തെ ഉറപ്പിക്കുന്നതാണ് സയൻസ്. അടയാളങ്ങളുണ്ടാകും, സൗഖ്യമുണ്ടാകും, ഭൂതങ്ങൾ പുറത്താകും, പിന്നെ അത്ഭുതങ്ങൾ നടക്കും. ഇതൊക്കെ യേശു അവരോട് കൂടി ഇരുന്ന് ചെയ്തു. ഇന്ന് നമ്മളോടും കൂടെ അപ്രകാരമുള്ള അത്ഭുതങ്ങൾ ചെയ്യും. സോ വർക്കിംഗ് ഓഫ് ദ മിറക്കിൾ ഈസ് ഓഫ് ദ ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. 9 ഗിഫ്റ്റ്സ് ഉണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ. 1 കൊറിന്ത്യ ലേഖനം 12 അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 10ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഹി ഡസ് മിറക്കിൾസ് ത്രൂ അസ് എന്ന്. അപ്പോൾ യേശു എല്ലായിടത്തും മിറക്കിൾ എങ്ങനെയാണ് ചെയ്തത്, എന്ത് അത്ഭുതങ്ങളാണ് യേശു ചെയ്തത്. നമ്മൾ സുവിശേഷം വായിക്കുമ്പോൾ എത്രയോ അത്ഭുതങ്ങൾ ചെയ്തു. അതെല്ലാം ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആണ് ചെയ്തത്. ഡെഫ് ഇയേഴ്സ് ഓപ്പൺഡ്, ചെവി കേൾക്കാത്തവർക്ക് കേൾവി കിട്ടു. പിന്നെ ബ്ലൈൻഡ് ഐ സോ, കാഴ്ച നൽകി കുരുടർക്ക്. പിന്നെ ലെയിം വാക്ക്ഡ്, അവർ നടക്കാൻ വയ്യാത്തവർക്ക് അവർ നടത്തി. പിന്നെ മ്യൂട്ട് സ്പോക്ക്,
സംസാരശേഷിയില്ലാത്തവർ സംസാരിച്ചു. ദ ഡീമൻസ് വേ കാസ്റ്റ് ഔട്ട്, സാത്താനുകളെയൊക്കെ പുറത്താക്കി. ദ ഡെഡ് വേ റേസ് ടു ലൈഫ്, ഇതെല്ലാം യേശു മരിച്ചവരെ ഉയർപ്പിച്ചത്, ഇതെല്ലാം പരിശുദ്ധാത്മാവിൽ കൂടി യേശു ചെയ്ത അത്ഭുതങ്ങളാണ്. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് സെയിം മിറക്കിൾ യു ക്യാൻ ഡു എന്ന് യോഹന്നാന്റെ സുവിശേഷം 14:12 യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവർ ഞാൻ ചെയ്ത ഈ അത്ഭുതങ്ങളും അതിൽ കൂടുതലും ചെയ്യും, എന്തുകൊണ്ടാണ് ഞാൻ പിതാവിലേക്ക് സ്വർഗാരോഹണം ചെയ്ത് പിതാവിലേക്ക് പോവുകയാണെന്ന്. അപ്പോൾ കർത്താവ് നമ്മളിലിരുന്ന് പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളാണ്. ഇന്നും ഞങ്ങളുടെ മീറ്റിങ്ങുകളൊക്കെ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ യു മസ്റ്റ് ഇൻവൈറ്റ് ദ ഹോളി സ്പിരിറ്റ്, യു മസ്റ്റ് ആസ്ക് ദ ഹോളി സ്പിരിറ്റ് ടു ഡു ദ മിറക്കിൾ. അപ്പോൾ പരിശുദ്ധാത്മാവ് അങ്ങനെ പ്രവർത്തിക്കും. സോ യേശു പറഞ്ഞല്ലോ, മോസ്റ്റ് surely I say to you, he who believes in me will do the same thing, even greater works than these. എത്ര പേര് യേശുവിൽ വിശ്വസിക്കുന്നുണ്ട്? നിങ്ങൾക്കും ഇതേ മിറക്കിൾ ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. അതിൻ്റെ പവർ നിങ്ങൾക്ക് തരും. അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിൽ 15-ാം വാക്യത്തിൽ നമ്മൾ കാണുകയാണ്, ദ ഷാഡോ ഓഫ് പീറ്റർ ഫെൽ ഓൺ ദ സിക്ക് ആൻഡ് ദേ വേ ഹീൽഡ്. രോഗികളെ ഈ പത്രോസൊക്കെ നടന്നു പോകുമ്പോൾ ആ റോഡിൻ്റെ, ആ വീതിയുടെ ഇരുഭാഗത്തും ഇടത്തും വലത്തും രോഗികളെ ഇങ്ങനെ കിടത്തിയേക്കുക. എന്തുകൊണ്ടെന്നാൽ അവർ നടന്നു പോകുമ്പോൾ ആ നിഴലെങ്കിലും വീണ് സൗഖ്യമാകാൻ വേണ്ടി. നോക്കിക്കേ എത്ര പവറാണ്. യേശു പറഞ്ഞു, ഞാൻ ചെയ്ത അത്ഭുതവും അതിൽ കൂടുതലും ചെയ്യുന്നു. അതാണ് യേശു ചെയ്തതിനേക്കാളും കൂടുതലുള്ള അത്ഭുതമാണ് നിഴലിൽ കൂടി സൗഖ്യം പ്രാപിക്കുന്നത്. പിന്നെ handkerchiefs and aprons from Paul's body was placed on the sick and they were healed. അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിലുണ്ട് 11-12 വാക്യങ്ങളിൽ പറയുന്നുണ്ട് ഈ റൂമാൽ, അതായത് കർച്ചീഫ്സ്, ഏപ്രിൻസ്, അപ്പോസ്തലന്മാരുടെ ശരീരത്തിലുള്ള വസ്ത്രങ്ങൾ, അതായത് കർച്ചീഫൊക്കെ രോഗികളുടെ മേൽ കൊണ്ടുവന്ന് വെച്ച് അവർ സൗഖ്യമായെന്ന്. അതുകൊണ്ടാണ് നമ്മുടെ വസ്ത്രത്തിൽ പോലും അഭിഷേകമുണ്ട്, നമ്മുടെ ഷാഡോയിൽ പോലും അഭിഷേകമുണ്ട്. അതാണ് പരിശുദ്ധാത്മ നമ്മൾ വസിക്കുമ്പോൾ നമുക്കുള്ള ആ ശക്തിയാണ്. സോ ദ ലോർഡ് വർക്ക്ഡ് മെനി മിറക്കിൾസ് ത്രൂ ദ ഹാൻഡ്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ്. ഒത്തിരി അത്ഭുതങ്ങളാണ്. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി പരിശുദ്ധാത്മാവ് ലഭിച്ച് കഴിഞ്ഞ ശേഷം ആദ്യമേ മുടന്തൻ അല്ലേ, ജന്മന നടക്കാൻ മേലാത്ത ഒരു വിഷവാത രോഗിയാണ്. അവനെ സൗഖ്യമാക്കി തുടങ്ങി. അങ്ങനെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. അങ്ങനെ അത്ഭുതങ്ങൾ കണ്ടപ്പോൾ ആൾക്കാരെല്ലാം വിശ്വസിച്ച് സഭയോട് ചേർന്നു. 3000 പേരായി, 4000 പേരായി, 5000 പേരായി. ഇങ്ങനെ ദിവസവും ദൈവം സഭയോട് സ്ത്രീകളും പുരുഷന്മാരെല്ലാം ചേർത്തുകൊണ്ടിരുന്നു. അതിന്നും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ശക്തിയായി നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് ഏറ്റെടുക്കാം. നിങ്ങളെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്കും അത്ഭുതം ചെയ്യാൻ സാധിക്കും. യേശു ചെയ്തതിൽ കൂടുതലും ചെയ്യാൻ സാധിക്കും. ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങളും അത് വിശ്വസിച്ച് ഏറ്റെടുത്താൽ കർത്താവ് നിങ്ങൾ കൂടി പ്രവർത്തിക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ആമേൻ.